ഹായ് ഓൾ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മളെല്ലാവരും ഈ റൂമിലാണ് കിടക്കൽ. അപ്പം നമുക്ക് എന്താക്കാം, ഈ റൂം ആദ്യം ക്ലീൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. ഹായ് 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 ഹായ്. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ പറഞ്ഞത്, എൻ്റെ ഒരു വീഡിയോ ഡേ മൈ ലൈഫ് മോർണിംഗ് റുട്ടീനൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കില്ല. എന്താ വെച്ചാൽ ശരിക്കും ഇങ്ങനെയല്ലല്ലോ നമ്മളെ ആ ഒരു ടൈമിൽ നമ്മളുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഇങ്ങനെയല്ലല്ലോ. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന നമ്മുടെ നല്ല വശം മാത്രമാണ് കാണിക്കുന്നതല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, രാവിലെ എണീക്കുന്നു, വേഗം റെഡിയായി നല്ല അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ റെഡിയായതിന് ശേഷം നമ്മൾ വീണ്ടും ആക്ട് ചെയ്യുന്നു. അതല്ലേ ശരിക്കും ചെയ്യുന്നത്. ശരിക്കും നമ്മളതായ രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്ത് എന്തായിരിക്കും അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടാകും. എൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും. പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ ചിന്തിക്കും, ഇവരൊക്കെ ശരിക്കും ഇങ്ങനെ തന്നെയാണോ? അപ്പം എന്തൊരു ക്ലീനായിട്ടായിരിക്കും അവർ ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ലേ. മെസ്സായിട്ടുള്ളതും കാണിക്കുന്നൊന്നുമില്ല, നല്ല വശങ്ങളോ മാത്രമായിട്ട് കാണിക്കുന്നുണ്ടാവും. നമ്മളെ ആൾക്കാരുടെ മുമ്പിൽ നല്ലതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ ചെയ്യുന്നത്. അപ്പം എന്തായാലും എനിക്കിപ്പം അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മളെങ്ങനെയാണോ അങ്ങനെ കാണിക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ തുടങ്ങാം. ആദ്യമൊക്കെ ഞാൻ എന്താക്കും, ഡ്രസ്സൊക്കെ മാറ്റും കേട്ടോ. വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡ്രസ്സൊക്കെ വേഗം മാറ്റിയിട്ട് നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ഇടും. ഇപ്പം പിന്നെ എനിക്ക് എന്തിനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആക്ട് ചെയ്തിട്ടില്ല ഇത് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നുണ്ടാവും അല്ലേ, ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. എനിക്കിപ്പം നവമെൻ്റ് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ആ ഒരു മൈൻഡ്. അപ്പോൾ നമ്മുടെ തള്ളി നമ്മൾ ടൈം അറിയുന്നില്ല, ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഇപ്പം ഞാൻ മുകളിൽ ക്ലീൻ ആക്കുന്നതാണെങ്കിൽ ഞാനും ഉമ്മനോട് പറയും, ഉമ്മ കുഞ്ഞിനെ പിടിച്ചൊന്ന് ഞാനൊന്ന് ഈ ഒരു ഭാഗം ക്ലീൻ ആക്കട്ടെ പറയും. എന്നിട്ട് ഞാൻ എന്താക്കും, ആദ്യം പോയിട്ട് മുകളിൽ പോയിരിക്കും. എന്നിട്ട് ഒന്നൊന്ന് ഇരുന്ന് ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഫോണ് തുറന്നാൽ പിന്നെ എന്താ സംഭവിക്കുക, ഫോൺ തുറന്നാൽ പിന്നെ അതിൻ്റെ തന്നെ ആയി. പിന്നെ റീൽസ് നോക്കലായി, ഷോർട്സ് നോക്കലായി, അവിടെ ഇരുന്ന് ഇതാക്കും. പിന്നെ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആവും. അപ്പം ഭയങ്കര കഷ്ടപ്പാടാണ്. എന്താ സംഭവം, ഞാൻ ഈ വോയിസ് ആ ടൈമിൽ കൊടുത്ത സമയത്തില്ലേ, ഓൺ വോയിസ് കൊടുത്ത സമയത്ത് ഫാൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കുന്നുണ്ടായിട്ട്. എൻ്റെ ഈ സ്വഭാവം തന്നെയാണോ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫോണ് തുറന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം പോകും. പിന്നെ ഉമ്മ വരുന്നതിൻ്റെ സൗണ്ട് കേൾക്കും, ഉമ്മാൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ എനിക്ക് വേഗം എന്താണോ പണിയെടുക്കുന്നത് വേഗം സ്പീഡിൽ ചെയ്യൽ. അപ്പം അങ്ങനെയാണ് ഞാൻ. അപ്പം നിങ്ങളിതുപോലെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാർ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പം അതൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം എന്താണ് നിങ്ങളെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. ഇപ്പം തന്നെ ഞാൻ ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഇവിടേക്ക് വന്നിട്ട്. കാര്യമായിട്ട് ഒരു കാര്യം നടന്നിട്ടില്ല. ആകെ 2 ബെഡ്ഷീറ്റ് മടക്കി വെച്ചത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടന്നിട്ടില്ല. അപ്പം ഇനി ഉമ്മ വരുമ്പോഴത്തേക്ക് എന്താ പറയണം, ചിട്ടപ്പടിയായിട്ട് നടത്തണം. അതിൻ്റെ ഇടയിലേക്ക് കോള് വന്നു കഴിഞ്ഞാൽ പണി സ്മൂത്തായിട്ട് നടക്കൂട്ട. നമുക്ക് ആരോടെങ്കിലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ വേറെ സ്പീഡ് കൂടും പണി ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം ആകുമ്പം പിന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കും, ഷർമി എന്നെ വിളിക്കും, അങ്ങനെ സംസാരിക്കലാണ്. അപ്പം ഇപ്പോൾ രാജിക കോളിംഗ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ടൈമിൽ ഈ പണി ഇങ്ങനെ സ്മൂത്ത് ആവുന്നില്ല ഈ ഫോണ് കാരണം. നമുക്ക് ഈ റൂമിൽ നിന്ന് നല്ല തെറിക്കാം. ഓക്കെ, നമുക്ക് വാഷിംഗ് മെഷീൻ വെള്ളമാക്കാം. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലോങ് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമല്ല. കാരണം ആരും വ്യൂസൊന്നും കിട്ടുന്നില്ല. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോസ് ഇടും, ലോങ് വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും മടുപ്പാകും. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ കുഞ്ഞു വീഡിയോസാണ് ഇടുന്നത്. ഒരു 5 മിനിറ്റ് അതിനുള്ളിലുള്ള വീഡിയോസാണ് ഇടാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് മാത്രം ഇടാം. പിന്നെ എന്താ പറയാനുള്ള അങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫ്രൈഡേ ആണ്, നമ്മൾ സൺഡേ മൺഡേ ആണ് നമുക്ക് കല്യാണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച രാവിലെ ഉച്ച ടൈമിൽ നമ്മൾ ഇവിടുന്ന് പോകും. മട്ടന്നൂരാണ് കല്യാണം. പിന്നെ ഞാൻ നോക്കിയിട്ട് കല്യാണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്തായാലും കല്യാണത്തിന് നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ. ഞാൻ മെയിനായിട്ട് വീഡിയോ ഓഫ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എൻ്റെ പണിയൊന്നും നടക്കില്ല. ഒന്നാമത് ട്രൈപോഡില്ല, ട്രൈപോഡ് പൊട്ടിച്ചോളൂ ഇന്നും പൊട്ടിച്ച്. അതുകൊണ്ട് എന്താക്കി ട്രൈപോഡില്ല, അതുകൊണ്ട് നടക്കുന്നില്ല. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ വേഗം സ്മൂത്താക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാത്തവരേക്കും ബൈ ഓൾ. ടാറ്റാ.